ഹലോ ഗൈസ്, നിക്കീസ് ടോക്സിലേക്ക് സ്വാഗതം. ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ ലാലേട്ടൻ ചോദിക്കുമ്പോൾ എന്ന് നമുക്ക് നോക്കാം. ഒന്ന്, റസ്മിൻ ജാസ്മിനെ കയ്യേറ്റം ചെയ്ത കാര്യം ലാലേട്ടൻ ചോദിക്കണം. സിജോ റോക്കി പ്രശ്നത്തിൽ റോക്കിയെ പുറത്താക്കി. ഇതിൽ ജാസ്മിന് പരാതിയില്ല എന്ന് പറഞ്ഞാലും ഒരാളെ കയ്യേറ്റം ചെയ്തത് റൂൾസിനെതിരല്ലേ. അപ്പം റസ്മിനെയും പുറത്താക്കണം, നല്ല പണിഷ്മെൻറ്റും കൊടുക്കണം. പിന്നെ ടണൽ ടീം ടാസ്ക് ചെയ്തതിൽ നിന്ന് ക്വിറ്റ് ചെയ്തത്, ടാസ്കിൽ നിന്ന് ക്വിറ്റ് ചെയ്തതും പോരാ, അവിടെ കിടന്ന് വെറുപ്പിച്ച് ചളമാക്കി. 4 പേര് നല്ല രീതിയിൽ ചളമാക്കിയിട്ടുണ്ട്, അതും ചോദിക്കണം. പിന്നെ പവർ ടീമിന്റെ പ്രകടനം മുടിഞ്ഞ ഈഗോ പ്ലസ് പേഴ്സണൽ ഗ്രഡ്ജായിരുന്നു. ഗെയിമിലേക്ക് കയറുമ്പോൾ ഇതൊക്കെ വേണോ? അൻസിബയും നോറയും റസ്മിനും ഒക്കെ തന്നെ നല്ല ഭയങ്കര വൈരാഗ്യമുള്ള ആൾക്കാരാണ്. ഇവരൊരു ഗെയിമിൽ ഇത്രയ്ക്കൊക്കെ വൈരാഗ്യം വെക്കണോ എന്ന് എനിക്കറിയത്തില്ല. എന്തായാലും ഇതും കൂടെ ഒന്ന് ചോദിക്കേണ്ടിയിരിക്കുന്നു. ഋഷിയുടെ ക്യാപ്റ്റൻസിയെ പറ്റി ചോദിക്കണം. ഋഷിക്ക് സ്വന്തമായിട്ടൊരു തീരുമാനം എടുക്കാനുള്ളൊരു, എല്ലാ അൻസിബയും നോറയൊക്കെ പറഞ്ഞു വിട്ടേക്കുന്ന പോലെ തന്നെ വന്ന് പറയുകയും ചെയ്യുകയൊക്കെ ചെയ്യും. ശരിക്കും അൻസിബയുടെ ഒരു പപ്പറ്റായിട്ട് തന്നെയാണ് ഋഷി പ്രവർത്തിച്ചത്. ഇനി അതുമല്ല, ഹോട്ടൽ ടാസ്കിൽ HR ആയിട്ട് വന്നപ്പം എല്ലാവരെയും കയറി എടി പൊടി എന്നൊക്കെ വിളിക്കുന്നുണ്ടായിരുന്നു. പിന്നെ ടാസ്കിനിടയ്ക്ക് ജാസ്മിനിട്ട് അടി കൊണ്ടിട്ടും ജാസ്മിൻ ആ ക്യാരക്ടർ വിടാതെ നിന്ന് പെർഫോം ചെയ്യുന്നുണ്ടായിരുന്നു. അതിനിടയ്ക്ക് ഋഷി വന്ന് എടി നിർത്തിപ്പോടി എന്നൊക്കെ പറഞ്ഞതും അതുമെല്ലാം ചോദിക്കേണ്ട കാര്യങ്ങളിലൊന്നാണ്. പിന്നെ ക്യാപ്റ്റൻസി നോമിനേഷൻ. ക്യാപ്റ്റൻസിയിൽ നല്ല സ്ട്രോങ് പ്ലേസിനല്ലേ എല്ലാവരും നോമിനേറ്റ് ചെയ്യേണ്ടത്. ഇതെന്തുകൊണ്ടാണ് വീക്ക് പ്ലേസിനെയും പോകാനിരിക്കുന്ന ആൾക്കാരെയും ഒക്കെ കൂടി പിടിച്ച് നോമിനേറ്റ് ചെയ്ത് ക്യാപ്റ്റൻ ആക്കുന്നത്? ശരിക്കും വല്ല ട്രിപ്പിൾ എവിക്ഷനും വന്ന് 3 എണ്ണത്തിന് ഔട്ടാക്കണം. ആ ഒരു അവസ്ഥയാണ് ഉണ്ടായത്. പിന്നെ അൺഫെയർ ജയിൽ നോമിനേഷൻ. ഈ ടാസ്ക് കളിക്കാത്തവരെ, ഫിസിക്കൽ അസോൾട്ട് ചെയ്യുന്നവരെയൊക്കെയല്ലേ നോമിനേറ്റ് ചെയ്യേണ്ടത്. എന്തുകൊണ്ട് ഇവരത് ചെയ്തില്ല? ഇത്രയ്ക്കും പേഴ്സണൽ ഗ്രഡ്ജ് വെച്ച് എന്തിന് പവർ ടീം ഈ കാര്യങ്ങളൊക്കെ വെറുതെ വിട്ടു? എപ്പം നോക്കിയാലും ഒരു ജിൻഡോയും ജാസ്മിനും ഗബ്രിയുണ്ട്. ഗബ്രി പോയതുകൊണ്ട് ഇപ്പം ജിൻഡോയും ജാസ്മിനും. ഇവർക്ക് ഇതല്ലാതെ വേറെ ആരെയും നോമിനേറ്റ് ചെയ്യാനില്ലേ നമുക്ക് തോന്നിപ്പോകും. ഈ സ്ട്രോങ് ഗെയിമേഴ്സിനെ എല്ലാം പുറത്ത് വിട്ട് വീക്ക് പ്ലേസിനെ എല്ലാം ബിഗ് ബോസ് ഹൗസിൽ വെച്ച് ഗെയിം മുന്നോട്ട് പോകണമോ? ഇതും ചോദിക്കണം. ജയിൽ നോമിനേഷൻ്റെ കാര്യം എന്തായാലും ചോദിക്കണം. അൺഫെയർ ആയിട്ടുള്ള ജയിൽ നോമിനേഷൻ ആയിരുന്നു. കാരണം ജാസ്മിൻ നന്നായിട്ട് ഗെയിം കളിച്ച ഒരാളാണ്. അൻസിബ ജാസ്മിൻ ഉണ്ടാക്കിയ കറിയിൽ മുളക് പൊടി കോരിയിട്ട് കൊടുത്ത ഒരു കാര്യം ലൈവിലുണ്ടായിരുന്നു. അതും കൂടെ ചോദിക്കണമെന്ന് ആഗ്രഹിക്കുന്നു. കാരണം കുറേ ആൾക്കാർ കമൻറ്റിൽ വന്ന് ഈ ഒരു കാര്യം പറയുന്നുണ്ട്. പിന്നെ പവർ ടീം ചില കണ്ടസ്റ്റൻസിന് സ്ക്രീൻ സ്പേസ് കിട്ടാതിരിക്കാൻ വേണ്ടി മനഃപൂർവ്വം പല കാര്യങ്ങളും അവിടെ ചെയ്തു വെച്ചിട്ടുണ്ടായിരുന്നു. പ്രത്യേകിച്ച് നോറ, റസ്മിൻ ഇവരൊക്കെ. പിന്നെ ഇപ്പം ഈ കാര്യങ്ങളൊക്കെ ചോദിക്കുമോ, അതോ ഈ റസ്മിൻ്റെയും ജാസ്മിൻ്റെയും കാര്യത്തിൽ ഇങ്ങനെ പോയി പല കാര്യങ്ങളും ചിരിച്ചു തള്ളുവാണോ, അതോ ലാലേട്ടൻ പടത്തെ പോലെ ഫയർ ആയിട്ട് വന്ന് ഇതൊക്കെ ചോദിക്കണം നമ്മൾ ആഗ്രഹിക്കുന്നുണ്ട്. ഇതൊക്കെ നടക്കുമോ ഇല്ലയോ നമുക്ക് നോക്കിക്കാണാം.